ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്. കാരണം ഇന്ന് എൻ്റെ നിച്ചുക്കണ്ണൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ വാവേ. അപ്പൊ നിച്ചുട്ടിക്ക് ഇന്ന് 4 വയസ്സാവാണ് കേട്ടോ. ഏപ്രിൽ 10 പുതിയ ഷൂ വാങ്ങിയിട്ടുണ്ടേ. അതാണ് മടിയിൽ പിടിച്ചിരിക്കുന്നു. ഇതാ പുതിയ ഷൂ ഇട്ടിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതാ ഉടുപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. നിച്ചുട്ടി അംഗനവാടി പോവാൻ റെഡി ആവുകയാണേ. അപ്പം എല്ലാവരും എന്തായാലും നിച്ചുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന അറിയാം. എല്ലാവർക്കും താങ്ക് യു പറയണ. എല്ലാവർക്കും താങ്ക് യു പറ. നാണം. അപ്പൊ നിച്ചുട്ടിനെ വേഗം റെഡിയാക്കട്ടെ. നിച്ചുട്ടിക്ക് ഇന്ന് അംഗനവാടിയിലേക്ക് മിഠായി കൊണ്ടുപോകണം. പിന്നെ നിച്ചുട്ടിന്റെ വക അംഗനവാടിയിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്. അതിന്റെ സാധനം കൊണ്ടുപോകണം. കുറെ പണിയുണ്ട് അത്രേ. അപ്പൊ വേഗം നമ്മൾ റെഡി ആയിട്ട് നമ്മൾ കാണിച്ചു തരാം. അല്ല ബാബേ? അയ്യോ, നിച്ചുട്ടിനെ വേഗം തന്നെ റെഡിയാക്കി. എന്നിട്ട് കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ എടുത്തു വെച്ചു. അപ്പോഴേക്ക് കുറച്ച് ഹറിബറിയായി. എനിക്ക് അങ്ങനെ ചാടി ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പം നിച്ചുട്ടിന് പോകേണ്ട സമയമായി. കുറച്ച് നേരത്തെ കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ. അവർക്ക് ഫുഡിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പം നിച്ചുട്ടി പോക്കായി. നിച്ചുട്ടിൻ്റെ ബർത്ത്ഡേ കേക്ക് കിട്ടിയിട്ടുണ്ടേ. നിച്ചുട്ടിയോട് പറഞ്ഞിട്ടില്ല കേക്ക് മേടിക്കുന്നുണ്ടെന്ന്. പറഞ്ഞിട്ടില്ലല്ലോ. വൈകുന്നേരം വരുമ്പോഴൊക്കെ നമുക്ക് സർപ്രൈസ് ആയിട്ട്. ഏട്ടാ, മോളെ ബർത്ത്ഡേ ആയിട്ട് എന്നാ പറയാനല്ലേ? പെട്ടെന്ന് 4 വർഷമായി ആയപോലെ തോന്നുന്നു. പെട്ടെന്ന് ഈ ബർത്ത്ഡേ ഭയങ്കര സ്പെഷ്യലാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ കുമ്പിയും കൊണ്ട് ഇന്നലെയല്ലാന്ന് ഭയങ്കരമായിട്ട്. ഇന്നിപ്പോൾ ഈ സമയമാകുമ്പോൾ ഞാൻ നിച്ചുട്ടിനെ പ്രസവിച്ച് കഴിഞ്ഞു. രാവിലെ 7 മണിക്കാണ്, 7:04. അപ്പോൾ ഇന്നലെല്ലാം ആകുമ്പോൾ എനിക്ക് ശരിക്ക് ഏകദേശം സമയം അടുത്തില്ലേ. നിച്ചുട്ടി ഉണ്ടാകുമ്പോഴുള്ള കുമ്പ് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇന്നലെയല്ല, ശരിക്കും നാളെ പ്രസവിക്കാൻ അങ്ങനെയുള്ളൊരു തോട്ട്. അതുകൊണ്ട് ഈ ബർത്ത്ഡേ സ്പെഷ്യലാണ്. ഇത് നിച്ചുട്ടിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്ത്. കാര്യമായിട്ട് ഒന്നുമായിട്ട് പോവാനോ ഒന്നും പറ്റില്ലല്ലോ ഈ സമയത്ത്. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ സെലിബ്രേഷൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. എൻ്റെ വീട്ടിൽ എന്താണ് ഇതുവരെ കാണാത്തൊരു സാധനം. അപ്പോൾ കാര്യമായിട്ട് വേറെ ആരും വരുന്നോ ഒന്നുമില്ല. അംഗനവാടിയിൽ നിന്നാണല്ലോ ഫുഡെല്ലാം ഉച്ചക്കെല്ലാം. അപ്പോൾ രാത്രിക്ക് നിച്ചുട്ടിക്ക് ഫുഡ് എന്തെങ്കിലും ആക്കി കൊടുക്കണം. പിന്നെ വൈകുന്നേരം ഒരു കേക്ക് മുറി, അതെല്ലാമാണ് പ്ലാനിങ്. എന്തായാലും അംഗനവാടിയിൽ ഫുഡ് ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഒരു വിശേഷ ദിവസമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ നിച്ചുട്ടിക്ക് ഇഷ്ടമുള്ളത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നിച്ചുട്ടിക്ക് നെയ്ച്ചോറും ചിക്കൻ കറി ബിരിയാണി അങ്ങനത്തെ എല്ലാം കുറച്ച് ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ചോറിനേക്കാളും കുറച്ച് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും നെയ്ച്ചോറും ചിക്കൻ കറി ഇന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഉച്ചക്കേ ഉണ്ടാക്കി വെക്കാം, എന്നാൽ രാത്രി ആകുമ്പോഴേക്കും നിച്ചുട്ടി വന്നിട്ട് കഴിക്കാമല്ലോ. ഉച്ചക്കേക്ക് നമുക്ക് വീണ്ടും വേറെ ചോറും കറി ആക്കുകയും വേണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആക്കുകയാണ്. കുറേ നേരം നിന്നിട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അമ്മ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാം സെറ്റിങ്സൊക്കെ സെറ്റ് എന്താണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ അമ്മ സെറ്റാക്കി തരുന്നുണ്ട്. ഞാൻ അവിടെ നിന്നിട്ട് കുക്ക് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗ്യാസ് വെച്ച തട്ടും നമ്മളെ വയറും നേർക്കാണ് കേട്ടോ വരിക. അപ്പം ഭയങ്കര ചൂടാണ് അവിടെ തട്ടുന്ന സമയത്ത്. അപ്പം ഞാനൊരു തോർത്തൊക്കെ എടുത്ത് കെട്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ ആവുമല്ലോ. നെയ്ച്ചോറ് പോകുന്നതിന് മുന്നേ തന്നെ അരിയെല്ലാം കഴുകി ഞാൻ ഊറ്റാൻ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ കുക്കറിൽ എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒറ്റ വിസിലിന് നെയ്ച്ചോറ് അങ്ങ് റെഡി ആയിക്കോളും. പിന്നെ ചിക്കൻ കറിക്ക് മാത്രമേ കുറച്ച് സമയം എടുക്കുള്ളൂ. ബിരിയാണിയൊക്കെ ആകുമ്പോൾ മസാലയൊക്കെ റെഡിയാക്കാൻ കുറച്ചധികം നേരം നിൽക്കേണ്ടി വരില്ലേ. അതുകൊണ്ടാണ് അത് മാറ്റിയിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതാ നെയ്ച്ചോറിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഉപ്പെല്ലാം ഇട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ അടിച്ച് കഴിഞ്ഞാൽ മതി. നമ്മുടെ നെയ്ച്ചോറ് അവിടെ നമുക്ക് മാറ്റി വെക്കാം. ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് അമ്മ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സമയത്തെല്ലാം നമുക്ക് കുറേ നേരം അവിടെ നിൽക്കേണ്ടി വരില്ലേ. അപ്പോൾ അമ്മ പറഞ്ഞു അതെല്ലാം ഞാൻ ചെയ്തു തന്നോളാം, പറഞ്ഞു തന്നാൽ മതി എന്തെല്ലാം അത് ഇടണ്ടേന്നുള്ളത്. രണ്ടാളും കൂടെ മിക്സ് ചെയ്തിട്ട് അവരവരുടെ ടേസ്റ്റിനാകുമ്പം അത് എന്തായാലും ഫ്ലോപ്പ് ആവും. അപ്പോൾ ഒരാൾ തന്നെ അവരുടെ ടേസ്റ്റിന് തന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റ് ആവുമല്ലോ. അപ്പോൾ ഞാൻ ഓരോ സാധനങ്ങളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അമ്മ തേങ്ങ അങ്ങ് വറുത്ത് തരുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി ഇതാ കറി റെഡി ആയിട്ടുണ്ട്. വറുത്തരച്ച ചിക്കൻ കറിയാണ് വെക്കുന്നത്. ഇനി കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കറി അവിടെ റെഡിയാക്കും. നമുക്ക് എത്ര വയ്യെങ്കിലും നമ്മുടെ മക്കളുടെ ഇങ്ങനത്തെ വിശേഷ ദിവസങ്ങളിലൊക്കെ നമുക്കൊരു പ്രത്യേക ഒരു എനർജി കിട്ടുമായിരിക്കും. അത് കഴിഞ്ഞാലാണ് നമുക്ക് ക്ഷീണം പിടിക്കും അല്ലേ. പക്ഷെ എന്തായാലും ഇങ്ങനത്തെ ഹാപ്പി ആയിട്ടുള്ള ദിവസത്തിൽ നമ്മൾ എന്തായാലും കുറച്ചെങ്കിലും അവർക്ക് വേണ്ടി ഹാപ്പി ആയിട്ട് ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ ഇതാ ഏതായാലും സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിച്ചൂട്ടിൻ്റെ പിറന്നാളിൻ്റെ നെയ്ച്ചോറും ചിക്കൻ കറി. നിച്ചൂട്ടി വൈകുന്നേരം വരുള്ളൂ. എന്നാലും അതെയോ ഏട്ടന് നമ്മൾ ഫുഡ് ആക്കിയ സ്ഥിതിക്ക് ഏതായാലും ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വെച്ചു. നിച്ചൂട്ടി കഴിച്ചു വിട്ടു. അങ്കമാടിന്ന് ടീച്ചർ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. ഇന്ന് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേർ നല്ലോണം കുറവാണേ. ഒരു 5 പിള്ളേർ, 4 പിള്ളേർ, 6 പിള്ളേർ അങ്ങനെയല്ലേ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇന്ന് 10 പിള്ളേരുണ്ടായി. അത് കണ്ടപ്പോൾ സന്തോഷമായി. മോളെ വക ഫുഡ് കൊടുക്കുന്ന ദിവസം 10 പിള്ളേരുണ്ടല്ലോ.
അപ്പോൾ അവർ കഴിച്ചു 12:30 സമയം. ഇനി നിച്ചുട്ടി വന്നിട്ട് ഒരു കേക്കും കൂടെ മുറിക്കണം. അത്രയല്ലേ ഉള്ളൂ സെലിബ്രേഷൻസ്. കഴിഞ്ഞ കൊല്ലം വരെ എൻ്റെ ചേച്ചിയും പിള്ളേരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം പിന്നെ നിച്ചുട്ടിക്ക് അങ്കമാടി പോകണമല്ലോ എന്തായാലും, അതുകൊണ്ടാണ് പിന്നെ അവരൊന്നും വരാനേ. പിന്നെ ഇപ്പം വളകാപ്പിന് വന്നിട്ട് പോയതല്ലേ ഉള്ളൂ. പിന്നെ തക്കട് പോയിട്ടുണ്ട്. അവർ നാളെയോ മറ്റന്നാളോ എത്തും വിഷുവിന് മുന്നേ ആയിട്ട്. അപ്പം ഇന്നില്ല, ഇത് നമ്മൾ മാത്രമുള്ള കുട്ടി സെലിബ്രേഷൻ. നമ്മൾ നിച്ചൂട്ടി വരുമ്പോഴേക്ക് നിച്ചൂട്ടിക്ക് സർപ്രൈസ് ആയിട്ട് ചെറിയൊരു ഡെക്കറേഷൻ ആക്കുന്നുണ്ട്. കാര്യമായിട്ടൊന്നുമില്ല, ഇത് കഴിഞ്ഞ ബർത്ത്ഡേക്ക് നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ചെയ്യിപ്പിച്ചതാണ്. അത് തൂക്കിയിട്ടുണ്ട്. പിന്നെ ഏട്ടനുണ്ട് ഇവിടെ കുറച്ച് ബലൂണെല്ലാം പൊന്തിച്ച് വെക്കുന്നുണ്ട്. ഊതി പൊന്തിച്ചിട്ടല്ല, അടിച്ചടിച്ച് പൊന്തിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഒരു കേക്കും മേടിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇതെല്ലാം പെട്ടെന്നുണ്ടായ പ്ലാനിങ് ആണ്. ഞാൻ ഉച്ചക്കാന്ന് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, ഇങ്ങനെ ഒരു സാധനം നമ്മൾ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്നല്ലോ എന്ന്. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു അതൊന്ന് തൂക്കി വെക്കാം, കുറച്ച് ബലൂണും കൂടെ ഒന്ന് വാങ്ങിക്കൊണ്ട് തന്നേന്ന്. എൻ്റെ ഏട്ടൻ പെട്ടെന്ന് പോയിട്ട് അന്ന് ബലൂണെല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ കാണുമ്പം അവർക്കൊരു സർപ്രൈസ് ഉണ്ടാവില്ലേ, ചെറിയ കാര്യമാണെങ്കിലും. അപ്പോൾ അവരെ ആ കുഞ്ഞ് സർപ്രൈസ് കാണുമ്പോഴായിരിക്കും നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവുക. ആ ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളെല്ലാവരും പാരൻസ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതല്ലേ. അവരുടെ സന്തോഷമല്ലേ നമ്മളെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് നിച്ചൂട്ടി വരാൻ വേണ്ടി കാത്തിക്കുക തന്നെ. ഇപ്പം 3:25 ആവാനായി സമയം. ഏട്ടനിപ്പോൾ കൂട്ടാൻ പോവും. 3:30 ആകുമ്പോഴേക്കാണല്ലോ വിടുന്നത്. അപ്പം 3:30 ആകുമ്പോഴേക്ക് നിച്ചൂട്ടി വരും. ഇനിയിപ്പോൾ വന്നിട്ട് കുറേ വിശേഷം പറയാനുണ്ടാവും അങ്കൻവാടിയിലത്തെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് എന്തെല്ലാമെന്നുള്ള കാര്യം. എന്നാലും ചെറുങ്ങനെയൊക്കെ സർപ്രൈസ് ആക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബലൂൺ തൂക്കിയത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു പക്ഷി ഒച്ച വെക്കുന്ന ഇത്ര നേരം ഉണ്ടായിട്ടില്ല. അത് കാക്ക തന്നെ, അത് എന്തോ ഒച്ച. ഇപ്പൊ ഈ ഒച്ച വെക്കും കേട്ടോ. അത് കാക്കേൻ്റെ ഒച്ച പോലില്ല. നമ്മുടെ നാട്ടിലെ കാക്ക ഇങ്ങനെയല്ല. പക്ഷെ ആ കാക്കക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് ശബ്ദത്തിന്. കള്ളിപ്പെണ്ണെ, കള്ളിപ്പെണ്ണെ നിച്ച ഉറങ്ങിയേ, നിച്ച ഉറങ്ങിനെ. അമ്മേന്റെ ചിത്രം കാണുന്നുണ്ടാ? വാടി ഇങ്ങോട്ട്, വാടി ഇങ്ങോട്ട്. നിശ്ചിതൊക്കെ എങ്ങനെയുണ്ടായിനി ബർത്ത്ഡേ ആയിട്ട്? ഒന്നും ഉണ്ടായിട്ടേ? ഫുഡെല്ലാം അടിപൊളി തന്നെയാ? കള്ളിപ്പെണ്ണെ സത്യം പറയണേ, സത്യം പറയണേ. മിഠായി കൊടുത്തിട്ടേ ഫ്രണ്ട്സിന്? ഇപ്പം അടി കിട്ടുവേ, എല്ലാം തട്ടി പറയുന്നേ. വാ വാണേ, വാണേ ഇങ്ങോട്ട്. നിച്ചു, 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 നിച്ചു ഇത് കണ്ടില്ല? നിച്ചു ടേബിൾ കണ്ടില്ല? കണ്ട? എന്നത് സർപ്രൈസ് ആയ? സർപ്രൈസ് ആയ? ഇഷ്ടായിന? അമ്മേനെ നോക്ക്. മക്കളടെ മുറിക്കാം, നമുക്ക് കേക്ക് മുറിക്കാം. അച്ഛനെ വിളിക്ക്. ശരിക്കും പറഞ്ഞാൽ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരുണ്ടാകുമ്പോഴായിരിക്കും നല്ലൊരു അരങ്ങുണ്ടാവുക. പക്ഷെ സാരില്ല, എന്തായാലും നമ്മൾ മാത്രം ആയിപ്പോയി കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത്. മിക്കവാറും ഏച്ചി ഏട്ടനെല്ലാം വരുത്തുണ്ട്. അവർ പിന്നെ ഇപ്പോൾ വളകാപ്പിന് വന്ന് പോയതല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് പിന്നെ അവരോടൊന്നും പറയാഞ്ഞ്. വീണ്ടും പെട്ടെന്ന് തന്നെ ആയില്ലേ, 2-3 ദിവസം കഴിഞ്ഞാടായില്ലേ. അതുകൊണ്ട് നിച്ചോട്ടിക്കാണെങ്കിൽ കേക്ക് കണ്ട ആവേശത്തിൽ കൊടുത്ത ഗിഫ്റ്റ് വരെ വാങ്ങിക്കുന്നില്ല കേട്ടോ. നിച്ചോട്ടി അച്ഛൻ്റെയും അമ്മമ്മേൻ്റെയും ഗിഫ്റ്റ് കേക്കിൽ ഇങ്ങനെ ഓരോ ഇങ്ങനെ ചോക്കോ ചിപ്സ് പോലത്തെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിനെ. അതൊക്കെ എടുത്ത് തിന്നുകൊണ്ട്
പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് അച്ഛൻ്റെയും അമ്മമ്മേൻ്റെയും വകയുള്ള ഗിഫ്റ്റും കൊടുത്തു. രാവിലെ പോകുമ്പോൾ തന്നെ കൊടുക്കാൻ നിന്നതാണ്. പിന്നെ ഏതായാലും കേക്ക് കട്ട് ചെയ്യുമ്പോൾ കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. ഫൈനലി അത് അവരെ ഗിഫ്റ്റെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അച്ഛൻ കൊടുത്ത ഗിഫ്റ്റിൻ്റെ പുറത്ത് ഇതാ ഹാപ്പി ബർത്ത്ഡേ മുത്തേ എന്നല്ലിങ്ങനെ അടിപൊളിയായിട്ട് വണ്ടീൻ്റെ ഷേപ്പിൽ ചിത്രമെല്ലാം വരച്ച് എഴുതി സെറ്റാക്കിയിട്ടുണ്ട്. പൈസയാണേ കൊടുത്തത്. ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു വന്നിട്ട്. കേക്ക് സ്മാഷാ മതിയടോ കുഞ്ഞിപ്പെണ്ണേ ഇച്ചിട്ട് കേക്ക് ഉണ്ടാവും വിചാരിച്ചനാ? അത് തട്ടിപ്പ് വിചാരിച്ചനെ? അത് തട്ടിപ്പ് ശ്രീനിഹാരിക പൂരമായതുകൊണ്ടാവൂലും വരാന്. ഇന്ന് പൂരമുണ്ട്. എൻ്റെ മോൾക്ക് അറിയില്ല അല്ലെ പൂരം. നമുക്ക് അടുത്ത കൊല്ലം പൂരത്തിന് മാൾശേഷിന് വീട്ടിൽ പോവാം. അപ്പൊ കാണാട്ടാടിയുണ്ട് പൂരം. ഇന്ന് സുന്ദരിയായിട്ട് പോയിട്ട് എന്താ പറഞ്ഞേ എല്ലാരും? ഒന്ന് മഞ്ഞിക്കേ സുന്ദരി അനി പഞ്ഞിനാ ആന്റി എന്നാ പറഞ്ഞേ? ഒന്നും പറഞ്ഞിട്ടേ ഞാൻ പറഞ്ഞിട്ട് അർജുനോട് അവരെന്തായാലും ഇന്ന് വരുമെന്ന്. ഞാൻ പറഞ്ഞു അർജുനോട് ഇന്നലെ എന്തായാലും നാളെ വരും നോക്കിക്കോന്ന്. സത്യമായിട്ടും ഇവളോട് ഞാൻ ഇന്നലെ ചോദിച്ചു എപ്പാ വരുന്നത് സാറ്റർഡേ എന്തേ ചോദിച്ചത്? ഞാൻ എന്തിനാ അങ്ങനെ ചോദിച്ചത്? അതെന്തായാലും ചോദിക്കൂലേ എപ്പാ വരുന്നെന്ന് മണ്ടൻ. വെളിച്ചന് ഗിഫ്റ്റ് ഏതാ? വെളിച്ചന് വലിയ ഗിഫ്റ്റ്. രണ്ടാളും കൂടി ഓടല്ല നിച്ചൂട്ടി. അമ്മ മടിക്കൂല്ലെങ്കിലേ അതെന്നാ സാധനം നിച്ചു? നോക്കെന്താ സാധനം? അത് ചിത്രം ഉണ്ടായില്ലേ നിച്ചിന് പൊളിക്കാണ്ട് മനസ്സിലാവും. അതെ പാണ്ടിന് അതിനിടയില് ചിത്രം ഉണ്ടല്ലോ. അല്ല ആ ചിത്രം നോക്കിയിട്ടില്ലല്ലോ ഓടുന്നതിന്റെ ഇടക്ക്. അവർക്ക് അമ്മക്ക് തരുവോ? അച്ഛൻ കയറിയ പൊട്ടിപ്പോവും. അല്ലെങ്കിൽ ഒന്നൊന്നാണ്ടാവില്ല. ഒന്നൊന്നും ഉണ്ട്, ബാക്കില് രണ്ടെണ്ണായിട്ടുണ്ട്. അങ്ങനെയെല്ലാം ഉണ്ട്. പ്രതീക്ഷിക്കാണ്ട് അങ്ങനെ ആ ദിവസം തന്നെ എല്ലാവരും എത്തിയതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായി. കുറച്ചും കൂടെ നേരത്തെ എത്തിയെങ്കിൽ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് എത്തുവാനും. പക്ഷെ കുറച്ചൊന്ന് വൈകിപ്പോയി. നമുക്ക് അറിയുന്നുണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് പിന്നെ വെയിറ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല പറയാണ്ട് വന്നതുകൊണ്ട്. അപ്പോൾ ഏതായാലും കേക്കെല്ലാം അമ്മ രണ്ടാക്കും കൊടുത്തു. അവരും കഴിച്ചു. നിച്ചൂട്ടിയും ഭയങ്കര ഹാപ്പിയായി. ഈ സാധനം കുറേ നാളായിട്ട് നിച്ചൂട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിന്. കുറച്ച് കഴിയുമ്പോഴേക്കും ഏലായി കേട്ടോ. മെല്ലെ മെല്ലെ ചവിട്ടി ഓടിക്കാനെല്ലാം തുടങ്ങി. 2-3 ദിവസം കൊണ്ട് സെറ്റ് ആയിക്കോളും. അപ്പം നിച്ചൂട്ടിൻ്റെ ബർത്ത്ഡേ ഇതാ കുഞ്ഞു രീതിയിലിവിടെ അവസാനിച്ചു കേട്ടാ. അപ്പോൾ ഏട്ടനും തക്കടും കൂടെ വന്നതുകൊണ്ട് അതും സ്പെഷ്യലായി സർപ്രൈസ് ആയിട്ട് അവർ വന്നതുകൊണ്ട് ചെറിയൊരു സംശയമുണ്ട്. ഞാനും ഏട്ടനും ഇന്നലെ ഉണ്ട് പറയുന്നേ. ഇവൻ ബൈക്ക് എടുത്തിട്ട് വരുന്നതെന്ന് ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. എപ്പെന്ന് പറഞ്ഞിട്ടില്ല, ബൈക്ക് എടുത്തിട്ടാണ് വരുന്നതെന്ന്. അപ്പോൾ അമ്മക്കും അച്ഛനും കേൾക്കുമ്പോൾ ആ ബൈക്കിൽ അങ്ങനെ ഇത്ര ദൂരം വരുന്നതെന്ന് പറയുമ്പോൾ ടെൻഷനാവും. അതുകൊണ്ടാണ് അവരോട് പറയാണ്ട് സർപ്രൈസ് ആയിട്ട് വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്ന് എത്തുമോന്നുള്ള സംശയം ഉണ്ടായിനി. പിന്നെ ഇന്നലെ തക്കടിൻ്റെ മെസ്സേജ് അയച്ചപ്പം ഇങ്ങനെ അടിയടി തൊടാണ്ട് ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ എനിക്ക് തോന്നി ഇന്ന് സർപ്രൈസ് ആയിട്ട് വരാനാണെന്ന്. അപ്പോൾ എന്തായാലും എല്ലാം കൊണ്ട് ഹാപ്പിയായി. നിച്ചുട്ടിക്ക് ഗിഫ്റ്റെല്ലാം കിട്ടി. നിച്ചുട്ടി കുറേ നാളായിട്ട് പറയുന്ന ഗിഫ്റ്റാണ്. വെളിച്ചം വാങ്ങിത്തരുന്ന ഒന്നേ വെളിച്ചം പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഏതായാലും ഗിഫ്റ്റും കൊണ്ടുവന്നു. അച്ഛനും മോളും ഇവിടെ ഉറങ്ങേണ്ട തിരക്കിലാണ് കേട്ടോ. വർത്താനം ഇങ്ങനെ കുശു ആക്കിയിട്ട് വർത്താനം പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഏതായാലും കിടക്കട്ടെ.